ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് അധികം പണിയൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഗിവ് അവേ നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യം മറക്കണ്ട. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പാലട പായസം മിക്സ് എന്നൊരു പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു 300 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ. ഇതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് 300 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇത്ര കൂടുതൽ ചെയ്യുന്നില്ല, ഇതിൻ്റെ നേരെ പകുതി 150 ഗ്രാം എന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു മിക്സിൽ പഞ്ചസാര, അതുപോലെ കശുവണ്ടി വറുത്തത്, അതൊക്കെ മിക്സായിട്ടുണ്ട് കേട്ടോ. പാലട അതൊക്കെ മിക്സായിട്ടുള്ളൊരു പാക്കറ്റാണിത്. അപ്പോൾ ഞാൻ നേരെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പിങ്ക് പായസത്തിൻ്റെ കളർ കിട്ടാനായിട്ട് ഷുഗർ ഒന്ന് കാരമൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ കാരമൽ ചെയ്യണമെന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ, ഡയറക്റ്റ് പാല് തിളപ്പിച്ചിട്ട് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്കും ഇതിങ്ങനെ ബ്രൗൺ കളറൊക്കെ ആയിട്ട് മെൽട്ടായിട്ടൊക്കെ വരും. ഇപ്പോൾ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ആക്കി വെക്കരുത് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സാധാ നോർമൽ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ നോർമൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും, ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനൊന്നും പറ്റാത്ത രീതിയിൽ. പിന്നെ അതിലോട്ട് ചൂട് കയറുമ്പോൾ ആ വെള്ളം ചൂടായി വരുമ്പോൾ ഇത് മെൽട്ടായി വരുന്നുണ്ട്, നമുക്കിത് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് അലിഞ്ഞ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കാരമൽ ചെയ്ത ഒരു പഞ്ചസാരയും വെള്ളമൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്, ആ ഒരു ബ്രൗൺ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പാലട ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേറെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഓൾറെഡി കാരമൽ ചെയ്തതും ഇതിലുള്ള പഞ്ചസാരയും കൂടി ആകുമ്പോൾ നല്ല പാകത്തിനുള്ള മധുരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് വീണ്ടും തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിനി മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറോളം ഇത് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കാം. അപ്പോൾ നമുക്കിനി വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട്. അപ്പോൾ ഇത് 1 മണിക്കൂറായിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പായസമായിട്ടുണ്ട്. അപ്പോൾ നല്ല ആ ഒരു പിങ്ക് പായസം എന്ന ആ ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാല് തിളപ്പിച്ചിട്ട് ഈ ഒരു മിക്സും കൂടെ, നമ്മുടെ പാലട മിക്സും കൂടെ ചേർത്ത് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു അടയൊക്കെ
നന്നായി വെന്തിട്ടുണ്ട്. നല്ല പാകത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള പായസമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.